ഈ അടുത്ത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആളുകളിങ്ങനെ പറയുന്നത് കേട്ടു, വാസ്തു നോക്കാത്തതിൻ്റെ പേരിലാണ്, സ്ഥാനം നോക്കാത്തതിൻ്റെ പേരിലാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇപ്പം ഞാനൊരു വീട് വെക്കാൻ പോവുകയാണ്, ഇത് എനിക്ക് പ്രശ്നമാവോ? അത് ശരിയാ, സ്വന്തമായിട്ട് വെക്കാൻ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അതുവരെ വിശ്വാസമില്ലാത്ത ആൾക്കാരും സ്വാഭാവികമായി സൈഡിൽ നിന്ന് ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ പറയും വാസ്തു നോക്കണമെന്ന് പറയും. അതെ അതെ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വെള്ളം, വെളിച്ചം, വായു, വസ്തു, ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ തമ്മിൽ ഇണക്കുന്ന ഒരു പ്രോസസ്സ്. മോഡേൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പാർട്ട് ഓഫ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചറിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ ആർക്കിടെക്ചറിൽ ഇങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം ദേവന്മാരുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം സൂര്യഭഗവാന് അങ്ങനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം ആർക്കിടെക്ചറിലും ഉള്ളതാണ്. അപ്പോൾ ഇതിൽ കാര്യമുണ്ട് എന്നാണോ പറയുന്നത്? അതായത് ഒരു നദിയുടെ സൈഡിലാണ് നമ്മുടെ വീടെങ്കിൽ നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് വീഴുന്ന വെള്ളം സ്വാഭാവികമായി ആ നദിയിലേക്ക് പോകും. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒഴുക്കിന് സ്ഥാനത്താണ് നമ്മുടെ കിണർ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം ആ കിണറിന് കുറച്ച് മാറി നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നത് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ അഴുക്ക് വീഴുന്ന ഏരിയയിൽ കൂടെ കവർ ചെയ്ത് വന്ന് കിണറിൻ്റെ മേൽ കൂടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയാണ് പാസ്സാവുന്നതെങ്കിൽ സ്വാഭാവികമായി എന്താ സംഭവിക്കും? നമ്മുടെ കിണറ്റിലെ വെള്ളം മലിനമാകും. നിങ്ങൾ പറയുന്ന ഫാക്ടേഴ്സ് നമ്മളെ ആധുനിക എഞ്ചിനീയറിംഗിൽ നമ്മൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കുന്നുണ്ടല്ലോ. സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോഴും ആർക്കിടെക്ചർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ടല്ലോ. പിന്നെ അവിടെ വാസ്തുവിൻ്റെ ആവശ്യം എന്താണ് വരുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പോഴത്തെ ഫോമിലായിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ പണ്ടുള്ള ആളുകൾ ഇതിനെല്ലാം ഒരു ദൈവിക പരിവേഷമൊക്കെ കൊടുത്ത് ഇതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, പിന്നെ ശ്ലോകത്തിൻ്റെയൊക്കെ രൂപത്തിലാക്കി ആണിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അന്ധവിശ്വാസം കൂടെ. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു എഴുത്തിൽ മുമ്പ് മലയാള മനോരമയിൽ വന്ന എഴുത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വാസ്തു നമ്മൾ നോക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ വീണ്ടും നിങ്ങൾ പറയുന്നത് പരസ്പര വിരുദ്ധമാകുന്നില്ല ഇവിടെ? വാസ്തു നോക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാനീ പറഞ്ഞ 4 കൂട്ടം കാര്യം അല്ലാതെ പിന്നെ അതുവഴി പിന്നെ ഇത് പോകും, കടന്നു പോകും, അങ്ങനെ കുറേ വിശ്വാസങ്ങളുണ്ട്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല.